ഹമാസ് വെടിനിർത്തൽ കരാർ പാലിച്ചില്ലെങ്കിൽ താൻ ഒരു വാക്ക് പറഞ്ഞാൽ മതി, ഗാസയിൽ ഇസ്രായേൽ സൈന്യം വീണ്ടും യുദ്ധം ആരംഭിക്കുമെന്ന് ട്രംപ് CNN പറഞ്ഞു. എന്താണ് ട്രംപ് ഇപ്പോൾ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഗാസ സമാധാനത്തിലേക്ക് മടങ്ങുകയാണോ അതോ വീണ്ടും യുദ്ധക്കളമാകാൻ പോവുകയാണോ? എല്ലാവർക്കും ലേൺ വിത്ത് സുമേഷ് എന്ന നമ്മുടെ ഈ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. കൂടുതൽ ആനുകാലിക പ്രസക്തിയുള്ള വിഷയങ്ങളെക്കുറിച്ച് അറിയുവാനും മനസ്സിലാക്കുവാനും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മാസങ്ങൾ നീണ്ടുനിന്ന യുദ്ധത്തിന് അമേരിക്കയുടെ മധ്യസ്ഥതയിൽ നടന്ന വെടിനിർത്തലിന് ശേഷം ഗാസയിൽ സമാധാനം ഉണ്ടാകേണ്ടതായിരുന്നു. എന്നാൽ ഈ ആഴ്ച ഹമാസിന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ശക്തമായ മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് പറഞ്ഞത്, ആയുധങ്ങൾ ഉപേക്ഷിക്കുക അല്ലെങ്കിൽ ശക്തമായ നടപടികളിലൂടെ ഹമാസിനെ ആയുധങ്ങൾ ഉപേക്ഷിക്കാൻ നിർബന്ധിതരാക്കും എന്ന് ട്രംപ് ഭീഷണിപ്പെടുത്തിയിരിക്കുകയാണ്. ഹമാസ് പിന്മാറുന്നതിന് പകരം വീണ്ടും ആയുധങ്ങളുമായി ഗാസയിൽ കൂട്ടക്കുരുതി നടത്തുന്നു എന്ന വിവരം ഇന്റലിജൻസ് സ്ഥിരീകരിച്ചതിനെ തുടർന്നാണ് ട്രംപിന്റെ ഈ മുന്നറിയിപ്പ്. അദ്ദേഹം വ്യക്തമായി പറഞ്ഞത്, അവർ നിരായുധരാകുക, അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഏതു വിധേനയും നിരായുധീകരിക്കാൻ തങ്ങൾ നിർബന്ധിതരായി തീരും, ഇനി അത് കൂടുതൽ ക്രൂരമായ നടപടികളിലൂടെ ആയാലും എന്നാണ് അദ്ദേഹം മുന്നറിയിപ്പ് നൽകിയത്. ABC ന്യൂസും വാഷിംഗ്ടൺ പോസ്റ്റും അനുസരിച്ച് ഹമാസ് ന്യായമായ സമയത്തിനുള്ളിൽ സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള നടപടികൾ കൈക്കൊണ്ടില്ലെങ്കിൽ അതിനെതിരെ നടപടികൾ എടുക്കാൻ അടിയന്തര പദ്ധതികൾ തയ്യാറാക്കാൻ പ്രസിഡന്റ് US ഇസ്രായേൽ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി എന്നാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഹമാസിന്റെ ഉള്ളിൽ തന്നെയുള്ള വിഭജനങ്ങളും ഈ സംഘർഷങ്ങൾ നിയന്ത്രിക്കാൻ ഒരു ശക്തമായ നേതൃത്വം ഇല്ലാത്തതും കൊണ്ട് തന്നെ ഗാസയിലെ നിരവധി വിഭാഗങ്ങൾ, ക്രിമിനൽ സംഘങ്ങൾ, എതിരാളികളായ പോരാളികൾ, ഹമാസ് വിശ്വസ്തരും തമ്മിൽ ഇപ്പോൾ ഗാസയുടെ അധികാരം പിടിച്ചെടുക്കാൻ തമ്മിൽ ശക്തമായ പോരാട്ടങ്ങളാണ് നടക്കുന്നത്. ഹമാസ് ഗാസയുടെ മേലുള്ള അവരുടെ നിയന്ത്രണവും അധികാരവും പുനഃസ്ഥാപിക്കാൻ വേണ്ടി അവർക്കെതിരെ പ്രവർത്തിച്ചു എന്നാരോപിച്ച് കുറഞ്ഞത് 8 പാലസ്തീനികളെയാണ് പരസ്യമായി വധശിക്ഷയ്ക്ക് വിധേയരാക്കിയത് എന്ന് BBCയും CNN റിപ്പോർട്ട് ചെയ്യുന്നു. തോക്കുകൾ ശാന്തമായെങ്കിലും അധികാരത്തിനായുള്ള ഭ്രാന്ത് പിടിച്ച പോരാട്ടം ഇപ്പോഴും അവർക്കിടയിൽ അവസാനിച്ചിട്ടില്ലെന്നും ഗാസ ഇപ്പോഴും അസമാധാനത്തിൽ തന്നെ തുടരുന്നു എന്നും കൊല്ലും കൊലയും ഇനിയും അവസാനിച്ചിട്ടില്ല എന്നും ഇത് സൂചിപ്പിക്കുന്നു. ഗാസ പുനർനിർമ്മിക്കാനുള്ള ശ്രമങ്ങളെല്ലാം തന്നെ ഇപ്പോൾ പരാജയപ്പെട്ട നിലയിലാണ്. ട്രംപിന്റെ സമാധാന പദ്ധതി പ്രകാരം ഹമാസ് പൂർണ്ണമായും നിരായുധരാവുകയും ഈജിപ്ത്, സൗദി അറേബ്യ, ജോർദൻ തുടങ്ങിയ അന്താരാഷ്ട്ര രാജ്യങ്ങളുടെ നിരീക്ഷണത്തിൽ പലസ്തീന് അധികാരം പുനഃസ്ഥാപിക്കുകയും ചെയ്യുക എന്നതായിരുന്നു. ഇതിനായി ഈജിപ്ത്, സൗദി അറേബ്യ, ജോർദൻ തുടങ്ങിയ രാജ്യങ്ങൾ ഒരു കരാർ ഒപ്പുവച്ചിട്ടുണ്ട്. വെടിനിർത്തൽ വ്യവസ്ഥകൾ ലംഘിക്കുകയോ ബന്ദികളെ മോചിപ്പിക്കുന്നതിൽ വീഴ്ച വരുത്തുകയോ ചെയ്താൽ ഇസ്രായേലിന് തിരികെ ഗാസയിൽ സൈനിക നടപടികൾ പുനരാരംഭിക്കാൻ അധികാരം വീണ്ടും നൽകും എന്നാണ് ട്രംപ് ഇപ്പോൾ സൂചിപ്പിക്കുന്നത്. ട്രംപിന്റെ വെടിനിർത്തൽ 2 വർഷത്തെ ആക്രമണങ്ങളിൽ നിന്നും ഒരു ചെറിയ ശാന്തത കൊണ്ടുവന്നു. പക്ഷേ ഗാസയിൽ യഥാർത്ഥ സമാധാനത്തിലേക്കുള്ള പാത ഇനിയും വിദൂരമാണ്. ട്രംപിന്റെ ആവശ്യങ്ങൾക്ക് ഹമാസ് വഴങ്ങുമോ അതോ അവയെ ധിക്കരിക്കുമോ? ഇതിൽ ഏതു തന്നെ ആയാലും അത് മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും അസ്ഥിരമായ മേഖലയുടെ വിധി നിർണയിച്ചേക്കാം.